ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇടുക്കി മറയൂരിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ നായകൾ തുരത്തി. മറയൂർ തലയാറിലെ ലയങ്ങൾക്ക് സമീപമാണ് ഒന്നര കൊമ്പൻ കാട്ടാന എത്തിയത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. நாய் எல்லாத்தையும் இங்கிட்டு கூட்டு வந்துடும் போல. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. കാട്ടാന വരുന്നത് വലിയ ആശങ്കയാണെങ്കിലും ഇതിപ്പോൾ ഒരു കൗതുകം കൂടി ആകുന്നുണ്ട്. രാഹുൽ, അടിതെറ്റിയാൽ ആനയും വീഴുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ നായ്ക്കൾ ഓടിച്ചപ്പോ ഓടിപ്പോയോ? സ്മിത, ഈ നായ്ക്കൾ ഓടിച്ചപ്പോൾ ഈ കാട്ടാന ഓടിപ്പോയി എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. സഹിയായിട്ടായിരിക്കണം ഒരുപക്ഷെ ഈ നായ്ക്കൾ തന്നെ ഇത് കാട്ടാനകളെ തുരത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഈ ഒന്നരക്കൊമ്പൻ എന്ന് പറയുന്ന കാട്ടാന തലയാറിലേക്ക് എത്തിയത്. മൂന്നാറിലായിരുന്നു അതിന് മുമ്പുണ്ടായിരുന്ന. ജനവാസ മേഖലയിൽ എത്തുകയും ലയങ്ങൾക്ക് സമീപത്ത് എത്തുകയും ലയങ്ങൾക്ക് സമീപത്തെ കൃഷിവിളകളൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ വലിയ തരത്തിൽ പരാതി നാട്ടുകാർക്ക് ഉണ്ടായിരുന്നതാനും വനംവകുപ്പിന്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷെ ഇന്ന് 11 മണിയോടുകൂടിയാണ് ഈ തലയാറിലെ തേയിലത്തോട്ടത്തിലെ ഈ കാട്ടാനകൾ എത്തിയത്. അവിടെ ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജോലി ചെയ്തിരുന്ന ആളുകൾ എല്ലാവരും ഈ കാട്ടാനെ കണ്ട് പേടിച്ച് പിന്മാറുകയും ചെയ്തു. അതിനിടയിലാണ് ഈ നായ്ക്കളുടെ കൂട്ടം എത്തുകയും കുറച്ച് ബഹളം ഉണ്ടാക്കുകയും ഈ ആനയെ തുരത്തുകയും ചെയ്തു. എന്തായാലും അത് നേരിയൊരു ആശ്വാസമായി മാറിയിട്ടുണ്ട്. പക്ഷെ വീണ്ടും അത് ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാന ഒന്നര കൊമ്പൻ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വനംവകുപ്പിന്റെ ഒരു കൂടുതൽ ഇടപെടൽ ആ മേഖലയിൽ വേണം എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും സംരക്ഷകരായി നായകൾ മാറി എന്നുള്ളതാണ് നാട്ടുകാരുടെ ആശ്വാസം ഇപ്പോഴത്തേത്. അതെ, അതൊരു തൽക്കാലത്തേക്കുള്ള ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ അതിനെ കാണാമെന്ന് തോന്നുന്നു. പക്ഷേ തീർച്ചയായിട്ടും അടുത്ത നടപടികളൊക്കെ തന്നെ ജാഗ്രത പാലിക്കേണ്ട അവസ്ഥയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.